നിങ്ങളൊരു ഡോക്ടറാവട്ടെ, എൻജിനീയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആവട്ടെ, സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാവട്ടെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ സ്വീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ എപ്പോൾ നിങ്ങളുടെ ട്രോമ ട്രിഗർ ആവുന്നുവോ, അപ്പോൾ ഏത് വയസ്സിലാണോ നിങ്ങൾ ആ ഒരു ട്രോമ ആദ്യമായിട്ട് നേരിട്ടത്, ചിലപ്പോൾ 7 വയസ്സിലായിരിക്കാം, 8 വയസ്സിലായിരിക്കാം. അപ്പോൾ ആ ഒരു മാനസിക പക്വതയിൽ, അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു മാനസിക പക്വതയിൽ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നായിരിക്കും നിങ്ങളിൽ നിന്ന് റിയാക്ഷൻ വരുന്നത്. അതേ ഫിയർ, അതേ ഫ്രസ്ട്രേഷൻ, അതേ ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെയിം സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ മറന്നു പോകും. ഫോർ എക്സാമ്പിൾ, ചില മനുഷ്യരൊക്കെ കാണാറില്ലേ, അവർ പുറമേ ഉള്ള ആളുകളോട് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, നേരെ മറിച്ച് വീട്ടിലേക്ക് വന്നാൽ അതിൽ നിന്ന് എൻറ്റയർലി ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കും, ഭയങ്കര ടോക്സിക് ആയിരിക്കും. ഇയാൾ തന്നെയാണോ അയാളെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അവരുടെ ട്രോമയാണ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, അവരെ സ്നേഹം കൊണ്ട് മാറ്റാം എന്നൊക്കെ കരുതി നിങ്ങൾ ആ ഒരു കണക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രെയിനായി പോവും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. ഈ ഒരു വ്യക്തി ചേഞ്ച് ആവുകയുമില്ല. പലപ്പോഴും അവർ ഒരു സോൾ ഷോക്ക് നേരിടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിലോ അല്ലെങ്കിൽ അവർക്ക് സ്വയം റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കുമ്പോൾ മാത്രമാണ് അവർ ചേഞ്ച് ആവുന്നത്. പലപ്പോഴും നമ്മളുടെ ട്രോമ ഒന്നും വന്നിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണമുണ്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എഫേർട്ട് കാരണമുണ്ടോ ഹീൽ ആവാറില്ല. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ സ്റ്റോർ ആവും, ഹൈഡ് ആവും, സപ്രസ് ആവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളായിട്ട് റിയലൈസ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എഫേർട്ട് കൊണ്ട് മാത്രമേ നമ്മളുടെ ട്രോമ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്.